ഇന്നിവിടെ രക്ഷാബന്ധനാട്ടോ, ശനിയാഴ്ച. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിരുന്നല്ലോ നമ്മുടെ മെയ്ഡ് വന്ന് രാഖി കെട്ടിയതും കാര്യങ്ങളൊക്കെ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒന്ന് തോന്നുന്നു നിൽക്കുവാണ്. കുറച്ച് തുണി പതിവ് പോലെ എനിക്ക് മഴ പെയ്യുന്ന ദിവസമാണ് കഴുകാനുള്ളത്. എന്തായാലും അകത്ത് ഫാൻ ഇട്ടിട്ട് ഇരിക്കുകയാണ്, കാരണം യൂണിഫോമൊക്കെ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്കൂന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അവൻ തന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ കൂട്ടത്തിലുള്ളൊരു സംഭവം അത് ഇത് നമ്മുടെ എന്താ പറയുക നഗറ്റ്സ് കേട്ടോ, പൊട്ടറ്റോ നഗറ്റ്സ്. അപ്പോൾ പിള്ളേരെ നമ്മളങ്ങനെ വിടുന്നത് നല്ല തന്നെയല്ലേ. ഇതിനു മുന്നേ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആദ്യം പഴം, ബ്രെഡ് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങാൻ വിടുമായിരുന്നു. ഇപ്പോൾ ഒരു ലിസ്റ്റ് അങ്ങ് കൊടുത്തിട്ട് മോർണിംഗ് വാങ്ങി വരാൻ പറയും. അപ്പോൾ അതിനനുസരിച്ച് അവൻ കറക്റ്റായിട്ട് നോക്കിയെടുക്കാനും വാങ്ങാനും ഒക്കെ അവന് നന്നായിട്ട് അറിയാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ലതേ വാങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ പഴം വാങ്ങാൻ പറഞ്ഞത് അവൻ ശരിക്കും നല്ല അല്ല എന്ന് പറഞ്ഞ് വാങ്ങി വന്നില്ല കേട്ടോ. അമ്മ അത് കുറച്ച് നല്ല പഴുത്തിരിക്കുകയാണ്, ഇവിടെ വരുമ്പോൾ നല്ലതായിട്ട് പഴുത്തു പോകും നാളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രത്തോളം അവന് കാര്യങ്ങൾ നോക്കി വാങ്ങാൻ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് ആപ്പിളും പേരും എന്തോ ഉണ്ടായിരുന്നു, അതേ പിന്നെ അല്ലാതെ അവൻ വാങ്ങി വന്നുള്ളൂ. പിന്നെ അല്ലാതെ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മോൻ എന്തെങ്കിലും വേണമെങ്കിൽ അതും എടുത്തോളാൻ പറഞ്ഞപ്പോഴാണ് ഈ നഗറ്റ്സും കുറച്ച് ബിസ്ക്കറ്റ്സും നംകീൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൻ്റെ ഇഷ്ടത്തിനും എടുത്തോണ്ട് വന്നു. അപ്പം പിള്ളേരെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു വിട്ടാൽ അവർ തീർച്ചയായിട്ടും പഠിക്കും, പെട്ടെന്ന് പഠിക്കും. നമുക്കും ഒരു ആശ്വാസമാവും, നമ്മുടെ കൊച്ചുങ്ങൾ അതൊക്കെ ചെയ്യുമല്ലോ എന്ന് നമുക്ക് ശരിക്കും സന്തോഷമുള്ള കാര്യമല്ലേ. കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാൻ നഗറ്റ്സ് ഒന്ന് വറുത്ത് കൊടുത്തു കേട്ടോ. ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് ചായ ഇടണം, ചായയുടെ കൂടെ വറുത്താൽ മതിയെന്ന് വെച്ചിട്ടേ അവനെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ ഫ്രഷായിട്ട് അതങ്ങ് റെഡിയാക്കി കൊടുത്തു. മഴ ശരിക്കൊന്ന് തോന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് തോന്നി നിൽക്കുക. നമ്മുടെ അങ്കു ഇപ്പോൾ വാങ്ങിച്ചു വന്ന സാധനങ്ങൾ കാണിച്ചു തരാം. So this is a packet of everything I bought, and this is a packet of everything he told me to buy. ക്രീം റോൾ. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സാധനം അതെ ഈ ക്രീം റോള്, അതും അവ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ബർഗർ ബൺസ്, ബ്രെഡ്, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ് കുഞ്ഞുങ്ങളോട് വിട്ടു കഴിഞ്ഞാൽ അവർ മെല്ലെ വാങ്ങി വരും. എനിക്കത് മനസ്സിലായി. ആദ്യമൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാനത് കുഴപ്പമില്ല, മോനെ ശർമ്മയുടെ കടയിൽ ഇപ്പോൾ വലിയ ദൂരമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവരെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപയാകും, എന്താണ് ഡേറ്റൊക്കെ നോക്കി വാങ്ങാൻ അവനറിയാന്നേ. അപ്പോൾ എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവനാണ് ഇതൊക്കെ വാങ്ങി വന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി വരാറുണ്ട്. ആപ്പിളും പേരും ഒക്കെ നോക്കി തന്നെ നല്ലത് ഫ്രഷായിട്ട് നോക്കി, നമ്മൾ പോലും ഇങ്ങനെ വാങ്ങാത്ത രീതിയിൽ അവൻ വാങ്ങി. പിന്നെ ഈ ബിസ്ക്കറ്റ് എനിക്കിഷ്ടമുണ്ട്, അതുമൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ 2-3 വ്ലോഗുകളായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹർഷയും റൂബനും അങ്ങനെ ഇവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മൾ മാത്രമാകും ഇവിടുത്തെ ഏക മലയാളി ഫാമിലി. മലയാളി എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാവരും പറയും ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾ കാണുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കത് വലുതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ എവിടെ പോകുന്നുണ്ടോ അവിടെ ഞാൻ മാത്രമേ മിക്കപ്പോഴും മലയാളിയായിട്ട് കാണത്തുള്ളൂ. ഞാൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മലയാളികൾ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം. അപ്പോൾ എനിക്കറിയത്തില്ല, അത് നമുക്ക് ഓരോ രീതി എന്ന് പറയുന്ന പോലെ അത് സാരമില്ല. നമ്മളെന്ത് ചെയ്യാനാ, നമുക്ക് മലയാളീസ് ഉണ്ടെങ്കിൽ കൂട്ടും കാര്യങ്ങളൊക്കെയാണ്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ മൂവ് ചെയ്യും. വിഷമമുണ്ട്, പക്ഷേ അത് പുറത്ത് നിൽക്കുന്നവർക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവുമെന്ന് തോന്നുന്നു അത് എന്താണ്. എന്തായാലും സാരമില്ല, അത് പോട്ടെ. അങ്ങനെ ദേ നമ്മൾ ചായ ഇട്ടു. കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇട്ട പതഞ്ജലി, അവരുടെ ആദ്യമായിട്ടാണ് ഈ കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റ് കാണുന്നത്. തെങ്ങിൻ്റെ പടമൊക്കെ വെച്ചിട്ട് സംഭവം ദേ ഇങ്ങനെ കോക്കനട്ട് കുക്കീസ് പോലെ തന്നെയാണ്. എന്തായാലും എനിക്ക് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ ഒത്തിരി ഇഷ്ടം. കുറേ നാളായി കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി കഴിച്ചിട്ട്. കാരണം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല, ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ വാങ്ങത്തില്ലായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ചായ മുക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ ബിസ്ക്കറ്റ് കഴിച്ചാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വയറ് പെട്ടെന്ന് അടയും. എൻ്റെ കാര്യം കേട്ടോ, എനിക്ക് എല്ലാവരുടെയും കാര്യം എടുത്തില്ല. ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കും, പിന്നെ എനിക്ക് മെയിൻ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇത് വരത്തില്ല, നമുക്ക് ഒരു ഗുണവും അതിനകത്തൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. എന്തായാലും വാങ്ങിയ സ്ഥിതി ഞാൻ അതുകൊണ്ടാണ് അങ്കൂനും അധികം ഞാൻ ബിസ്ക്കറ്റ് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തോ എനിക്ക് വിഷമം തോന്നി. അവൻ പറഞ്ഞു അമ്മ എനിക്ക് എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ പോയി വാങ്ങിച്ചോ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങി വന്നത്. രാഖി പിന്നെ ഡയറ്റ് ആൻഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട് അധികം നോക്കത്തുമില്ല. രാഖിക്ക് എന്തായാലും വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, ഇഷ്ടക്കേട് കൊണ്ടല്ല. അപ്പോൾ ഡിന്നറിന് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെയൊക്കെ കാണിക്കുന്ന പോലെ തന്നെ എളുപ്പത്തിലുണ്ടാക്കുന്ന, വഴറ്റാതെ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി. ഞാനൊരു പിടി മട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ് നമ്മൾ അന്ന് കുതിർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നത്, അതിൽ നിന്ന് ഒരു പിടി. ഇതൊക്കെ ഒരു ഗുണമല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നേരത്തെ ഇതുപോലത്തെ ഈ കുക്കർ മുട്ടക്കറി കാണിച്ചിട്ടുണ്ട്, വഴറ്റാതെ ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ ഇത് എല്ലാം കൂടെ
കൈ വെച്ച് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തു വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാൻ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് വാങ്ങുന്നതല്ലായിരുന്നോ. ഇന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് വേറൊരു ടേസ്റ്റാണ്. ഇവിടെ ഫുൾക്കയാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അല്ലാതെ കിട്ടുന്ന പറാട്ട. അപ്പോൾ ഈ പറാട്ടയല്ല ഫുൾക്ക അല്ലാത്ത രീതിയിലാണല്ലോ നമ്മുടെ നാട്ടിലെ ചപ്പാത്തി. അതായത് നമ്മൾ പരത്തിയിട്ട് നെയ്യ് അപ്പുറത്തും ഇപ്പുറത്തും അപ്പം തന്നെ തടവിയിട്ട്. ഇവർ പറാട്ടയിൽ ഒരുപാട് അങ്ങോട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിക്കും. നമ്മൾ കുറച്ച് നെയ്യ് തടവി ചുട്ടിങ്ങനെ വേഗിച്ചെടുക്കുക അല്ലേ. ആ രീതിയിൽ നമ്മുടെ ചപ്പാത്തിയും അതിൻ്റെ സൈഡിൽ ഇതേ നമ്മുടെ മുട്ടക്കറി ഒരു 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ കൊടുത്തു കേട്ടോ. കാരണം നമ്മുടെ ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ട് അതൊന്ന് വെന്ത് കിട്ടണ്ടേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചിട്ട് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടെ അതേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, ഞാൻ കള്ളം പറയുന്നതല്ല. ഇതിൻ്റെ മണം തന്നെ സൂപ്പറാ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വഴറ്റാതെ ഉണ്ടാക്കുന്നത്. പിന്നെ അതേ ചപ്പാത്തിയും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചപ്പാത്തിയുടെ ടേസ്റ്റും മണവും അത് വേറെ തന്നെയാണ്. അപ്പം നമ്മുടെ ഡിന്നറിന് ചപ്പാത്തിയും മുട്ടക്കറിയും ഹോം മെയ്ഡ്. ഇതാണ് നമ്മുടെ ക്രീം റോള് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ പഫ്സിൻ്റെ പാറ്റീസ് ഇല്ലേ, പാറ്റീസ് എന്നൊക്കെ പറയുന്നത് അതേപോലത്തെ പുറവും അകത്തും നിറച്ച് ക്രീമാ. അൺഹെൽത്തിയാണ്, പക്ഷെ എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആ സംഭവം. നമ്മുടെ കിളി 3 ദിവസം കൊണ്ട് അതേ അടിപൊളി കൂട് വെച്ചു. പിന്നെ പക്ഷേ കിളിയെ കാണുന്നില്ല, മഴയായതുകൊണ്ടാണ്, ഇടിയൊക്കെ വെട്ടിയാണ്ടാണ് എന്തോ, കിളിയും ഇല്ല, മുട്ടയില്ല, കുഞ്ഞുമില്ല, ഒന്നുമില്ല, കൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൺഡേ മോർണിംഗ് ഹർഷ വന്നിരിപ്പുണ്ട് രാവിലെ. പുള്ളിക്കാരി രാവിലെ ചായ കുടിക്കാൻ നമ്മളടുത്ത് വരിക. ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച പോവുക. അവൾക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ വെർമസൽ ഉപ്മാവ്. ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെർമസൽ ഉപ്മാവ് നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴാണ് പുള്ളിക്കാരി വന്ന് ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം വരുമ്പോഴും ഒന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടാക്കും കേട്ടോ. കുറച്ച് പഞ്ചസാരയോ പഴം എന്തെങ്കിലും മതിയല്ലോ, വേറെ കറിയൊന്നും വേണ്ട. എനിക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഒത്തിരി ഇഷ്ടം. അപ്പം അതുപോലെ നമ്മളിപ്പം എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ ചട്ടിയിലാണ്. അതിൽ നെയ്യ് ഒഴിച്ചു, കടുക്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, സവാളയൊക്കെ വഴറ്റി വെർമസലിയും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. അവർ ഓരോരുത്തരായ ഒരു സെക്ഷനിലേക്കാക്കുകയും അക്ഷയം കൂടെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്കുവും റായൻകുട്ടനകത്തിരിപ്പുണ്ട്. അങ്കുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അവൻ ടുട്ടു ചേട്ടൻ എന്നാണ് അവൻ വിളിക്കുന്നത്. അങ്കുവിനെ ഞാൻ പറഞ്ഞു ടുട്ടു എന്നും വിളിക്കുമെന്ന്, ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പം അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വെർമസലി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം വെട്ടി തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ചിലപ്പം ഒന്ന് പൊട്ടിത്തെറിക്കും. റവയുടെ അത്രയും പൊട്ടിത്തെറിക്കത്തില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം ചട്ടിയും കൂടെ ആയണ്ടേ, ചട്ടി നല്ല ചൂടല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ, 5 മിനിറ്റോടുകൂടി അത് കഴിഞ്ഞിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്താണല്ലോ. പെട്ടെന്ന് സൂചിയുടെ നമ്മുടെ വെർമസലിയ പെട്ടെന്ന് വെന്ത് കിട്ടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് വിട്ട് വരും. കണ്ടോ, ഇപ്പം തന്നെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. വിട്ട് വരാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒട്ടത്തോ ഒന്നുമില്ല. കുറച്ചും കൂടി ഇരിക്കുമ്പോൾ രുചിയും കൂടും, ഉപ്പുമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആവും. അപ്പോൾ അതേ ഞാനൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ കുറേ പഞ്ചസാര എടുത്താൽ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഹർഷ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ കോഫി ഹൗസ് ഉണ്ടല്ലോ, അവിടെ റായാൻകുട്ടൻ്റെ ഫേവറേറ്റ് ഗീ റോസ്റ്റ് കഴിക്കാൻ പോകാൻ ഒത്തിരി ഇഷ്ടമാണ് ഗീ റോസ്റ്റ്. അതുകൊണ്ട് റെഡി ആയിട്ട് കുട്ടിച്ചേട്ടനെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ റൂബൻ ഇപ്പോൾ ലീവിങ് ഒക്കെ ആയതുകൊണ്ട് ഷിഫ്റ്റിലും കാര്യങ്ങളും, അപ്പോൾ ലീവും ഒന്നും പറ്റത്തില്ല. അപ്പോൾ റൂബൻ്റെ ആ ഒരു ടൈം ശരിയാവാത്തതുകൊണ്ട് റൂബൻ നമ്മുടെ കൂടെ വരുന്നില്ല. റൂബൻ ഓഫീസിലാണ്. ഞങ്ങൾ പോവുക, കാരണം നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇവള് ഇനിയിപ്പം തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കോഫി ഹൗസിലെത്തി. റൂബന് ഷിഫ്റ്റാണ് പറഞ്ഞിട്ടുണ്ടല്ലോ, മോർണിംഗ് ഈവനിങ് നൈറ്റ് എന്ന്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും എത്തിയിട്ടുണ്ട്. അല്ലെ പിന്നെ അത് നടക്കത്തില്ല, നമുക്കൊരു വിഷമമാവും പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ തക്വേറിയ അവന് അതൊന്നും കണ്ട കേട്ടോ, ടുട്ടിച്ചേട്ടൻ മതി അവന്. അങ്കുനെയും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവാണ് അവൻ. പിന്നെ നമ്മുടെ കോഫി ഹൗസിന്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പും ലുക്കും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവരുടെ കസേരയും അതുപോലെ ടേബിളും ഒക്കെ അതേ മാറ്റി നീല കളറും വെള്ള കളറും ഒക്കെ ആക്കി. നേരത്തെ വേറെ ആയിരുന്നല്ലോ, ഒരു ലുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ NTPC-കാരുടെ മെസ്സാണ്. ഒരെണ്ണം ഇപ്പം നമുക്ക് വേണ്ടി തുറന്നിട്ടാണ് ഈ നമ്മളിപ്പോൾ വന്ന് കഴിക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ളവർക്ക്, നമ്മൾ തൊട്ടടുത്തുള്ള പ്ലാന്റ് അല്ലേ, അപ്പം നമുക്ക് വന്ന് കഴിക്കാം. അതുപോലെ തന്നെ പുറത്തുള്ളവർക്കും അവിടെ CRPF-ന്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് കയറാൻ പറ്റും. പക്ഷെ നമ്മളെ കയറ്റി വിടും കേട്ടോ. പിന്നെ
അല്ലാതെ അകത്ത് ഇവരുടെ മെസ്സാണ്. പിന്നെ അവരുടെ ആ ടൗൺഷിപ്പിലുള്ളവർക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, അതുപോലെ കഴിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ വന്ന് കഴിക്കുന്നത്. നമ്മളെ കയറ്റി വിടുന്നത് നമുക്ക് ഈ ശരിക്കും മലയാളീസ് ഉണ്ടാക്കുമ്പോൾ മലയാളികളുടെ ആ ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ഇപ്പൊ ഗീ റോസ്റ്റും ഞാൻ മസാല ദോശ കേട്ടോ, എനിക്ക് മസാല ദോശ ഇവരുടെ ഇഷ്ടമാണ്, അതാ പറഞ്ഞേക്കുന്നത്. സാമ്പാറും ചട്നിയും. പക്ഷേ സാമ്പാർ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആരോ ആണ് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. രാഖി പിന്നെ ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഇവരുടെ സാമ്പാർ ഒട്ടും പറ്റത്തില്ല, ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള സാമ്പാർ. കാരണം നമ്മുടെ സാമ്പാറിന്റെ ടേസ്റ്റ് അല്ല, വെറും മണോ. അപ്പോൾ ഞാൻ മസാല ദോശ കുറച്ച് ചട്നിയും കുട്ടിയാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പാറിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല, ഒട്ടും പറ്റത്തില്ല എനിക്ക് കഴിക്കാൻ. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കാട്ടോ. പിന്നെ നാരങ്ങയുള്ള സ്വീറ്റ് ലൈം. ഹങ്കും നമ്മുടെ റയാൻകുട്ടനും കണ്ടോ, അവരാണെങ്കിൽ ഇങ്ങനെ ടുട്ടുവിനെ ഒട്ടിയിരിക്കുകയാണ്, ടുട്ടിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഈ നിൽക്കുന്നത് മലയാളി കേട്ടോ. മലയാളീസ് നേരത്തെ നിറയെ ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ കുറഞ്ഞു, 1-2 പേരേ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളവരും ആന്ധ്ര കർണാടക എന്നൊക്കെ ഉള്ളവരാണ്. ട്രാൻസ്ഫർ വഴി അവർ വരുന്നതാണെന്നാ തോന്നുന്നത്. ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ 1 ക്രേറ്റ് മുട്ട വാങ്ങി കേട്ടോ. മുട്ട കഴിയാറായേ. ബാക്കിൽ വെച്ചോ, മെല്ലെ എടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ അതേ മൺഡേ മോർണിംഗ് എത്തി. രാവിലെ ചായ കുടിക്കാൻ ഹർഷ വന്നിട്ടുണ്ട്. അയൻകുട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. അവൻ ടുട്ടുചേട്ടൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ടുട്ടുചേട്ടൻ കാണാൻ വന്നയാ. എന്നിട്ട് പിന്നെ അതേ പോയി റെഡിയായി ഒരുങ്ങി വന്നു. ഹർഷ ഒരുങ്ങിയിട്ട് നേരെ നമ്മുടെ തന്നെ വന്നത്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഒരു കോർണറിലോട്ടുള്ള ബ്ലോക്ക് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ റൂബൻ്റെ ഫ്ലാറ്റ് നിൽക്കുന്നത്. അവരാക്കി അതേ പല്ലൊക്കെ തിരിച്ച് റെഡിയായിട്ട് അവരിപ്പോൾ ഇറങ്ങി, അവരുടെ വണ്ടി ഇപ്പോൾ വരുവേ. അതേ പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങി. റൂബൻ അവിടെ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടോ, ഈ വണ്ടിയിലാണ് പോകുന്നത്. അതേ അവർ സെറ്റായി. ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. ഇതായിരുന്നു റൂബൻ്റെ വീട്. ആൺകുട്ടനും ഒന്നും അറിയത്തില്ല കേട്ടോ, അവൻ ഇവിടുന്ന് പോവാന്നോ അങ്ങനൊന്നും. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ. ഒരുപാട് സങ്കടമുണ്ട്. ഓരോരുത്തർ പോകുമ്പോഴല്ലേ നമുക്ക് വിഷമം വരുന്നത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.